ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നൊരു റെസിപ്പി വീഡിയോ ആണ് കേട്ടോ അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. നമുക്കെല്ലാവർക്കും ചായ നിർബന്ധമുള്ളവരാണ്, പ്രത്യേകിച്ച് മോർണിംഗിനും ഈവനിങ്ങിനും. ഡെയിലി കുടിക്കുന്നതിൽ നിന്നും ഒരു വെറൈറ്റി ചായ ആക്കിയാലോ ഇന്ന്? അങ്ങനെ ഒരു ഹൈദരാബാദി ഡം ടീ ആണെന്ന് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചു തരുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടേബിൾ സ്പൂണ് ചായപ്പൊടി, ഒരു 3 ഏലക്കായ ജസ്റ്റ് ഒന്ന് ചതച്ചത്, ചെറിയൊരു പീസ് പട്ട, പിന്നെ കുറച്ച് പഞ്ചസാര, അതിന് നമുക്ക് ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുക്കാം. പിന്നെ ഞാൻ ഒരു ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ആദ്യം ഇങ്ങനെ ഈ സ്റ്റീൽ കപ്പിൽ വെള്ളം എടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റീലിൻ്റെ ചെറിയ ബൗൾ ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് ഒരു കോട്ടൺ ക്ലോത്ത് വെച്ചിട്ട് അത് ആ വെള്ളത്തിൽ ഒന്ന് ഡിപ്പ് ചെയ്യണം. അത് ജസ്റ്റ് ഒന്ന് ചെയ്താൽ പോരാ, കുറച്ച് നന്നായിട്ട് ചെയ്യണം. ഇനി അതിലേക്ക് ആ ചായപ്പൊടിയും ഏലക്കായ പട്ടയും കൂടി ഇട്ട് വെക്കണം. ഇതിങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ ഒരു കുക്കർ എടുക്കുക. കുക്കറിൽ കുറച്ച് വെള്ളം കൂടി എടുക്കണം. എന്നിട്ട് ഈ കപ്പ് മെല്ലെ ആ കുക്കറിലേക്ക് ഇറക്കി കൊടുക്കണം. അത് അങ്ങനെ ചെരിയും എന്നുള്ള ഒരു പാത്രമോ അല്ലെങ്കിൽ കപ്പ് എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ നമ്മൾ അടിയിൽ വല്ല റിങ്ങോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെക്കണം. ഇപ്പം കപ്പായത് കാരണം ഞാൻ ഒന്നും വെക്കാണ്ട് അങ്ങനെ തനിയെ വെച്ചിരിക്കുകയാണ്. ഇനി കുക്കർ അടച്ച് ഒരു 5 വിസിൽ വരുത്തണം. അപ്പോൾ കുക്കർ വിസിലൊക്കെ വന്നിട്ട് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായിട്ടുള്ള പാലെടുക്കാം. അപ്പം ഞാൻ ഇവിടെ ഒരു 1/2 കപ്പ് പാലും കൂടി എടുത്തിട്ടുണ്ട്. അപ്പം ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇടണം. അതങ്ങനെ പാലങ്ങനെ തിളക്കുമ്പോഴേക്കും ഇവിടെ കുക്കറിൻ്റെ ചൂടൊക്കെ പോയി നമുക്ക് കുക്കർ പതുക്കെ ഒന്ന് തുറന്ന് നോക്കാം. ഇതാ കുക്കർ തുറന്നപ്പോൾ ഒക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് മെല്ലെ അതിൽ നിന്നൊന്ന് എടുത്ത് മാറ്റാം. ഇനി ഇതൊരു കിഴി പോലെ നമ്മൾ പിടിച്ച് അതിൻ്റെ പിന്നെന്താ അതിലുള്ള അതും കൂടി ഒന്ന് ഇതിലേക്ക് കപ്പിലേക്ക് പിഴിഞ്ഞെടുക്കണം. എനിക്കിതാ പിഴിഞ്ഞിട്ട് ഇത്ര കിട്ടിയിട്ടുണ്ട്. അപ്പോഴേക്കും പാൽ ഇവിടെ തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കണം. കുറച്ച് ടൈം ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരം തിളപ്പിച്ചെടുക്കണം. എന്നാലേ അതൊന്ന് മിക്സ് ആയിട്ട് കിട്ടുള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോൻ്റെ ലിങ്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണം. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം, കൂടെ ലൈക്കൊക്കെ ചെയ്യണം. അപ്പോഴേക്കും ചായ ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ചായ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നോർമലി നമ്മൾ ചായ കുടിക്കുന്ന ടേസ്റ്റ് അല്ല, അതൊരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നിങ്ങൾ പ്രത്യേകിച്ച് പറയുന്നത്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്കിത് കപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചായ തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇത് കമൻറ്റ് ചെയ്യണം, ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. അപ്പോൾ ഇവിടെ എൻ്റെ മോള് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്. അവൾക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല സൂപ്പർ നല്ല സ്ട്രോങ് ടീ ആണ്.